ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കിയാലോ. തേങ്ങ ഒന്നും അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ വേഗം ഒന്ന് എടുപിടിയെന്ന് ഒന്ന് വേഗം പണി തീർക്കാൻ പറ്റിയൊരു ചട്നിയാണേ. അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മുടെ വറ്റൽമുളക് ഉണ്ടാവില്ലേ, പിന്നെ തക്കാളി ഉണ്ടാവുമല്ലോ, വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടാവും. അപ്പം ഇതൊക്കെ ആവശ്യാനുസരണം എടുക്കുക. വറ്റൽമുളകാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ എടുക്കുക കേട്ടോ. എനിക്ക് വെളുത്തുള്ളിയൊക്കെ നല്ല ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെ. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സവാള, വലിയ സവാള അല്ലേ, അതാണ് എടുക്കണ്ടേ. അതും ഇതേപോലെ വലിയ പീസാക്കിയിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇതൊരു എളുപ്പപ്പണി ചട്നിയാണ്. അപ്പം ഇങ്ങനെ തക്കാളിയൊക്കെ ഞാൻ 2 തക്കാളി എടുത്തുള്ളത്. അപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ടിടാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ ഉപ്പിടാം. അതിൻ്റെ മുന്നേ ഉപ്പിടരുത്, കാരണം ആ ഒരു ഉള്ളീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങണമെങ്കിൽ ഉപ്പിടുന്നതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ട് വഴറ്റണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ താരമായ മുളക് പൊടി, അതും ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ഇട്ടത് നിങ്ങൾ മറക്കരുത്. അപ്പം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം മുളക് പൊടി ഇടുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ചട്നിയിൽ വരുന്നുള്ളൂ. ഇനി നന്നായിട്ട് മുളക് പൊടീൻ്റെ കുത്തൽ മാറാൻ നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ചട്നി ഇവിടെ തയ്യാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.